Hello everyone, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എണ്ണക്കടികളിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് എണ്ണയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ടിക്ക ക്രീപ്പ് എന്ന് പറയും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചിക്കൻ ടിക്ക ക്രീപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്, നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല പുളിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 200 ഗ്രാം ബോൺലെസ് ചിക്കന് നല്ല ചെറുതായിട്ട് അരിഞ്ഞുള്ളതാണ് എടുത്തത്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുക്കറിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ പാനിലേക്ക് തന്നെ 2 ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 1 ടീസ്പൂണ് ജിഞ്ചറും ഗാർലിക്കും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അത്യാവശ്യം വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ചായി ചെയ്യുന്നതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല കട്ടൊന്നുമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഈ പാലൊന്ന് കുറുകാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. അതായത് ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നോർമലായിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറൊക്കെ വേണ്ടിയിട്ടാണ്. ഒറിഗാനോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീപ്പ് റെഡിയാക്കി എടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം.
ഇനി ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പകുതി പാലും പകുതി വെള്ളവും വേണമെങ്കിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വെള്ളത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 2 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഏകദേശം ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജസ്റ്റ് ഒരു ദോശ പോലെ ചുട്ടെടുക്കണം. ഈ ദോശക്കാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയാം. അപ്പം അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഓവർ ടൈം വെയിറ്റ് ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ് ടൈം മതിയാവും. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബോക്സ് റെഡിയാക്കി എടുക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് വേണമെങ്കിൽ മൈദമാവ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അല്ലാതെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് ഫിനിഷായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മൈദമാവൊന്നും യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ ഒട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മൈദമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചീസും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളിത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിന് പകരം വേണമെങ്കിൽ റോളാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ആ രൂപത്തിൽ ചെയ്തെടുത്തുന്നുള്ള ഒരു ബോക്സ് ടൈപ്പിൽ. അപ്പോൾ അത് നമുക്ക് കുറച്ച് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവർ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഓൾറെഡി കുക്ക്ഡാണ്. ഇനി നല്ലപോലെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും. അതുകൊണ്ടും കൂടിയാണ്. ഇത് നോർമലായിട്ട് മൊസറല്ല ചീസും കൂടി ഇട്ടിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഞാൻ പിന്നെ അതൊന്നും യൂസ് ചെയ്യാത്തത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കതൊന്നും അവൈലബിൾ അല്ലല്ലോ, അത്ര കോമൺ അല്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എണ്ണക്കടികളിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഡിന്നറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.